എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, പൊറോട്ട, നെയ്ച്ചോറ് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നല്ല നാടൻ വറുത്തരച്ച കോഴിക്കറിയാണ്. നിങ്ങൾ ഇതേ രീതിയിലാണ് വറുത്തരച്ച് കോഴിക്കറി ഉണ്ടാക്കാറുള്ളത്? ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്, 5-10 പച്ചമുളകും ചെറിയൊരു തക്കാളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ടെടുക്കാം. പിന്നീട് 1 കിലോ ചിക്കനാണ്, നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ച ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുറിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുറിച്ച് വെച്ച സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് മുറിച്ച് വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി വെച്ച് കൊടുത്ത ശേഷം അടച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും. ഇതേപോലെ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ തക്കാളി കൂടി നല്ലോണം ഒന്ന് വഴന്ന് ഈ സവാളയിൽ നല്ലോണം ഒന്ന് യോജിച്ച് പിടിക്കണം കേട്ടോ. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂണ്, മുളക് പൊടി 2.5 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെയൊക്കെ നിറം മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് സമയം നമ്മളിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ, മസാലയൊക്കെ പിടിക്കുന്ന വിധത്തിൽ നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. നാടൻ കറിക്ക് എത്ര കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നോ അത്രയും രുചിയായിരിക്കും. ഇനി ഞാനിതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒന്ന് കുക്കറിൽ അത് ചിക്കനൊക്കെ എന്തായെന്നൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് ഒന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കുക്കറിൽ നിന്ന് അങ്ങ് വെന്ത് കിട്ടുമ്പോഴേക്ക് നമുക്ക് അതിന് വേണ്ട അരപ്പൊക്കെ റെഡിയാക്കാം. തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ചെടുക്കാം. ഞാൻ വിസിൽ ഇടാണ്ടാണ് കേട്ടോ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. വിസിലിടുമ്പോൾ ചിക്കൻ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് വിസിലിടാണ്ടാണ് വേവിക്കുന്നത്. ഇനി നമുക്ക് കറിക്കുള്ള അരപ്പിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ചെറിയൊരു തേങ്ങ ചിരകി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3-4 തണ്ട് കറിവേപ്പിലയും 4 ചെറിയുള്ളിയും 4 വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്രാമ്പു, 1 ഏലക്ക, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുവപ്പട്ടയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. നമ്മുടെ നാടൻ അധികം മസാലകളൊന്നും ചേർക്കാത്ത കറിയാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വറുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങയൊന്ന് പകുതി വേവാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് കിട്ടുമ്പോൾ നല്ല അങ്ങ് നൈസായിട്ട് എണ്ണ പോലെ അങ്ങ് അരഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ല പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അരയ്ക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കുന്നുണ്ട്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി അരയ്ക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളം പോലെ അങ്ങനെ അരഞ്ഞ് കിട്ടൂല എന്നേ ഉള്ളൂ. എനിക്ക് അതേപോലെ അരച്ചെടുക്കേണ്ടത് കൊണ്ടാണ് ഞാനിതൊന്ന് മാറ്റി കൊടുക്കുന്നത്. ഇത് മാറ്റി വെച്ച ശേഷം നമുക്ക് തേങ്ങ നല്ലോണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെളുത്തുള്ളി കൂട്ടിയാൽ ഇങ്ങനെ നമുക്ക് അരഞ്ഞ് കിട്ടൂല. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എടുത്ത് വെച്ച ആ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഒന്നുകൂടി അരച്ച് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിയൊക്കെ ഒന്ന് സെറ്റായോ നോക്കാം. കണ്ടില്ലേ, നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഇത് വെന്തോന്നറിയാനായിട്ട് ഞാൻ ചെയ്യാറ് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ച് നോക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞ് കിട്ടിയാൽ നമ്മുടെ ചിക്കനൊക്കെ വെന്തെന്നാണ് കേട്ടോ അർത്ഥം. ഉരുളക്കിഴങ്ങിൻ്റെ ആ വേവേ ഉണ്ടാവുമോ ഇവിടെ നിന്നൊക്കെ വാങ്ങുന്ന ചിക്കന്. നാട്ടിൽ കിട്ടുന്ന ചില ചിക്കനൊക്കെ നല്ല വേവുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം. ഓരോരുത്തർക്ക് എത്ര കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അധികം ലൂസായി പോവുകയും ചെയ്യരുത് കറി. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അതുപോലെ എരിവിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പം എൻ്റെ പാകത്തിനാണ് ഞാനിത് എല്ലാം ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ചാറെല്ലാം ആവശ്യത്തിന് തിക്നെസ്സാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ അവിടെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി വറവ് വേറെ ഇടുന്നില്ല. നമ്മൾ ആദ്യം എണ്ണയിൽ എല്ലാം വഴറ്റിയെടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് വറവിടുന്നില്ല. വറവിടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ ഇട്ട് കടുകൊക്കെ ഇട്ട് മൂപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വറവ് റെഡിയാക്കാം. ഞാനിത് വറവിടാണ്ടാണ് എടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റായി. ചൂടൊന്നും ആറിയിട്ടില്ല. കണ്ടില്ലേ, നല്ല കട്ടിയുള്ള നല്ല ചിക്കൻ കറിയാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, നെയ്ച്ചോറ് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.